ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ടാറ്റ കമ്പനിയുടെ ആർച്ച് എന്ന് പറയുന്ന ഒരു സൈക്കിളാണ്. ഇതൊരു 4 വയസ്സിനും 6 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയ ഒരു സൈക്കിളാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഫ്രെയിമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ടിഗ് വെൽഡ് ചെയ്തിട്ടുള്ള സ്റ്റീൽ ഫ്രെയിമാണ് ഇതില് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ അതിമനോഹരമായിട്ട് തന്നെ കമ്പനി നൽകിയിട്ടുണ്ട്. ടാറ്റയുടേതാകുമ്പോൾ പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ വേറൊന്ന് ചിന്തിക്കേണ്ടതില്ല. അത്രയും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാത്തൊരു കമ്പനിയാണ്. അടുത്തത് നമ്മൾ ഇതിന്റെ ഫോർക്ക് നോക്കുകയാണെങ്കിൽ റിജിഡ് ടൈപ്പ് ഫോർക്കാണ് ഇതിൽ കമ്പനി നൽകിയിട്ടുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോർക്കാണ്. അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ മഡ് ഗാർഡ്സ് നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ടൈപ്പ് മഡ് ഗാർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതൊരു ഡുവൽ ടോൺ കളറിലാണ് നൽകിയിട്ടുള്ളത്. അടുത്തത് ഇതിന്റെ ചെയിൻ കവർ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ചെയിൻ കവർ തന്നെയാണ്. അതും ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. നെക്സ്റ്റ് ഇതിന്റെ ബ്രേക്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും കാലിപ്പർ ബ്രേക്സ് ആണ് നൽകിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ബ്രേക്സ് ആണ്. അടുത്തതായി നമ്മൾ ഇതിന്റെ ഹെഡ്സെറ്റ് നോക്കുകയാണെങ്കിൽ ത്രെഡഡ് ടൈപ്പ് ഹെഡ്സെറ്റ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിന്റെ ഹാൻഡിൽ ബാർ നോക്കുകയാണെങ്കിൽ സ്പോർട്ടി ടൈപ്പ് ഹാൻഡിൽ ബാർ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു മാറ്റ് ഫിനിഷിലാണ് ഹാൻഡിൽ ബാർ വരുന്നത്. അടുത്തതായി നമ്മൾ ഇതിന്റെ ബ്രേക്ക് ലിവർ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ടൈപ്പ് ബ്രേക്ക് ലിവേഴ്സ് ആണ്. അതുപോലെ റബ്ബർ ടൈപ്പ് ഹാൻഡിൽ ഗ്രിപ്പും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ സീറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഷ്യനുള്ള ടൈപ്പ് ഒരു സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്ക് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. ബാക്ക് റെസ്റ്റിന്റെ ഡിസൈൻ ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. സീറ്റ് അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നെറ്റ് ബോൾട്ട് ടൈപ്പ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിന്റെ ടയർ നോക്കുകയാണെങ്കിൽ ഒരു സെമി ഫാറ്റ് ടയറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 16x2.4 അതാണ് ഇതിന്റെ ടയർ സൈസ് വരുന്നത്. നെക്സ്റ്റ് ഇതിന്റെ റിമ്മ് നോക്കുകയാണെങ്കിൽ പൗഡർ കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പെയിന്റഡ് റിമ്മാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തതായി ഇതിന്റെ ബാസ്ക്കറ്റ് നോക്കുകയാണെങ്കിൽ വളരെ ക്വാളിറ്റി ഉള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബാസ്ക്കറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞുകൂടാ, ഫൈബർ ടൈപ്പ് ആണ്. അടുത്തത് ഇതിന്റെ പെഡൽസ് നോക്കുകയാണെങ്കിൽ റിഫ്ലക്ടറോട് കൂടിയിട്ടുള്ള പ്ലാസ്റ്റിക് പെഡൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ക്രാങ്ക് സെറ്റ് നോക്കുകയാണെങ്കിൽ കോട്ടഡ് ആയിട്ടുള്ള ക്രാങ്ക് സെറ്റ് ആണ്. ബോട്ടം ബ്രാക്കറ്റ് സാധാരണ വണ്ടികളിലൊക്കെ വരുന്ന ഓർഡിനറി ടൈപ്പ് ബോട്ടം ബ്രാക്കറ്റ് സെറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തതായി നമ്മൾ ഇതിന്റെ ട്രെയിനർ വീല് നോക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ട്രെയിനർ വീല് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടാറ്റ ആർച്ചിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.